ചായ കുടിക്കാൻ പോവാ? പോയി ചായ കുടിക്കാം. ചായ ബജ്ജി. ബജ്ജിയല്ല, കട്ട്ലറ്റ്. അങ്ങനെ ഞാനും കല്ലും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം പുറത്ത് പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റാണ്. കാക്കനാട് ഉള്ളവരാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവേ. ഞാൻ ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ആട്ടോ, കുറച്ചെങ്കിലും എണ്ണ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് വെച്ചേക്കുവാണ്. ഇവിടുത്തെ ചായയും നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് കോഴ്സ് ചിക്കൻ കട്ട്ലറ്റ് ആണ്. കാരണം ഇവിടുത്തെ ചിക്കൻ കട്ട്ലറ്റിൽ നിറയെ ചിക്കൻ ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ കല്ലു ഈ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തു കേട്ടോ. ഇതല്ല, ഇത് കാസർഗോഡ് കറുമുറ എന്നെന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഒരു ബുൾസയൊക്കെ ആയിട്ട് ഞാനത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാട്ടോ കല്ലു പറഞ്ഞത് കാക്കനാട് സൈൻ ലബാൻ്റെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ അതുവരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി കേട്ടോ. ഇവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡെസേർട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഹേബ കേക്ക് വിത്ത് ബെൽജിയം ചോക്ലേറ്റ് ആട്ടോ മേടിച്ചേ. ഡൈനിങ് ഓപ്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങളിത് പാഴ്സൽ മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടോ. എനിക്കൊന്നും മേടിക്കാൻ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നു കേട്ടോ. കല്ലൂനായിരുന്നു കുറേ പേർച്ചേസ് ഉണ്ടായിരുന്നേ. അങ്ങനെ പേർച്ചേസ് കഴിഞ്ഞ് കാറ് കയറിയ പാടെ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ്. ദി ഡിഷ് വാസ് സോ ഗുഡ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, റിഫ്രഷിങ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിച്ച് തരാൻ പറ്റുന്നില്ല. പിസ്താഷ്യോസ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഒരു ഫ്രഷ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും കഴിച്ചപ്പോൾ തന്നെ മത്ത് പിടിച്ചു. അപ്പോൾ എന്തൊക്കെ അത്രയേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.